തപ്പണേ? എന്താ തപ്പണേ? എന്റെ ഒരു ഫോട്ടോ. അപ്പൊ കയ്യില് ഫോണില്ലേ, നീട്ടി പിടിച്ചൊരു സെൽഫി എടുക്കുന്നേ. അങ്ങനെയല്ലേ എന്റെ പഴയ ഫോട്ടോ. പഴയ ഫോട്ടോ എന്നൊക്കെ പറയുമ്പോ മുടി വളർത്തുന്നതിന് മുന്നേയുള്ള ഫോട്ടോയാണ്. അതെ, നീ കണ്ടോ? ആ, എന്റെ അകത്ത് എവിടെ ഉണ്ടായിരുന്നു പണ്ട്. ശരിക്കും തപ്പ് കിട്ടും. അതല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണ, പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചേട്ടൻ എന്താ ഇപ്പൊ പഴയ ഫോട്ടോ? ആ, ആരെങ്കിലും കാണിക്കാനായിരിക്കും. ആരാ കാണിക്കാൻ? അല്ല, ആരെ വേണമെങ്കിലും കാണിക്കാലോ. ചേട്ടന്റെ പഴയ മുഖല്ലേ, കൂട്ടുകാരെ കാണിക്കാം. വേണമെങ്കിൽ കൂട്ടുകാരുടെ കൂട്ടുകാരെ കാണിക്കാം, വേണമെങ്കിൽ കൂട്ടുകാരുടെ കൂട്ടുകാരെ കാണിക്കാം. ഞാൻ അധികം നേരം ഇവിടെ സംസാരിച്ച് വേറെ മുഖം കാണും കേട്ടോ. ഉള്ള മുഖം തന്നെ മര്യാദക്ക് കാണാൻ പറ്റില്ല. ആദ്യം ആ മുടിയൊക്കെ ഒന്ന് വെട്ടി സുന്ദരക്കുട്ടപ്പനാവും. പോടി ആടുന്നു. എന്റെ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ മുടി വെട്ടിട്ട്. അപ്പൊ നീ അച്ഛനും അമ്മയോട് ഇല്ലെങ്കിൽ തുടങ്ങുമല്ലോ അംഗം. ഞാനല്ലട, ഇവളാണ് തുടങ്ങിയത് വെള്ളിമുങ്ങ. ചേട്ടാ, ഈ പെണ്ണുങ്ങൾ നമ്മൾ തടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആണുങ്ങളല്ലേ, ഒന്ന് ഒതുങ്ങി കൊടുക്കണം. ഇവള് എന്റെ അടുത്ത് എത്ര പ്രാവശ്യം അടി ഉണ്ടാക്കാൻ പറഞ്ഞു, ഞാനും ഒതുങ്ങി കൊടുക്കും. ഞാനെപ്പോഴാണ് നിന്നോട് വഴിക്കൂടെ വന്നേ പറയടാ. ഇപ്പൊ ചേച്ചി ചേട്ടനെ ചോദ്യം ചെയ്തല്ലോ, നീ ഇപ്പൊ എന്നെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഞാൻ ചേട്ടനെ ചോദ്യം ചെയ്യുന്ന നീ കണ്ടടാ? എന്തോന്നടി ഈ പെണ്ണുങ്ങളുടെ ഒരു അലപ്പറ കൂട്ടങ്ങളുടെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റാ. ചേട്ടാ, ചേട്ടൻ അനീതി വരില്ലേ? എന്താന്ന് ചോദിച്ചു, ഞാൻ പോണു. നിന്നോട് ആരാണ് ഇവിടെ കയറി വരാൻ പറഞ്ഞ? ഞാൻ പറയാം നിന്നോട്. ചേട്ടാ, ചേട്ടൻ എന്താ തപ്പണേ? എന്റെ ഒരു പഴയ ഫോട്ടോ. പഴയ ഫോട്ടോ എന്ന് പറഞ്ഞാൽ മുടിയില്ലാത്ത ഫോട്ടോ ആണോ? ആ, മുടിയില്ലാത്ത. നീ കണ്ടാ? ചേട്ടനത് വേണമായിരുന്നു. അതെ, ഞാൻ വേറൊന്നും വരയ്ക്കാൻ കിട്ടാത്തപ്പോ ബോറടിച്ചപ്പോഴത്തേക്കും അതൊരു മുടി വരച്ച് കളിച്ചു. പറയണേ, ഫോട്ടോയിലായാലും ജീവിതത്തിലായാലും ചേട്ടന് മുടിയുള്ളത് ഭംഗി. ആ, ഗായത്രി, എടി, നീ അന്ന് വീട്ടിൽ മറ്റേ മഷ്റൂം മഞ്ചൂരി ഉണ്ടാക്കിയില്ലായിരുന്നോ? അപ്പൊ അത് ഗരം മസാലപ്പൊടി എന്തോരം ഇട്ടേ? 1 സ്പൂണാണോ 2 സ്പൂണാണോ? അറിയില്ലേ? പിന്നെ നീ അന്ന് എന്തുദ്ദേശത്തില് പൊടിയൊക്കെ വാരിയിട്ടെ? എന്റെ പൊന്നു മോളെ, നീ പോയേ, ഞാൻ ഉണ്ടാക്കിക്കോളാം എങ്ങനെയെങ്കിലും. ആ, പോ കട്ടേ. പൊടി ഞാൻ എന്തോരം എന്തോന്ന് ചേച്ചി? ചില മന്ത്രവാദികൾ ഹോമകൂടത്തിലേക്ക് ഭസ്മം വാരിയിടുന്നവരാണല്ലോ ചേച്ചി മസാല വാരിയിടുന്നത്. നീ മിണ്ടരുത്. നീ ഒറ്റ കാരണം ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. ചേച്ചി ഉണ്ടാക്കി ചേച്ചി. ചേച്ചിയല്ലേ വലിയ എഴുതി പറഞ്ഞ ചേച്ചിക്ക് മഷ്റൂം മഞ്ചൂരി ഉണ്ടാക്കാറിയാന്ന്. പിന്നെ എന്താ ഉണ്ടാക്കാത്ത? അച്ഛനും അമ്മയോട് ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേണ്ടെങ്കിൽ വേണ്ട. അതെ, തോറ്റ് പിന്മാറാൻ എന്നെ കിട്ടൂല. ഇതിൽ ഞാൻ വിജയം കണ്ടെത്തും. ചേച്ചി വിജയിച്ച് വരുമ്പോഴത്തേക്കുവേ അമ്മയോട് വാങ്ങി വെച്ചേക്കണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ തീരും. ഇത് പുറത്ത് മേടിക്കാൻ കിട്ടാത്ത സാധനമൊന്നും അല്ലല്ലോ. അതല്ല, പക്ഷെ അമ്മ വരുമ്പോഴത്തേക്കും ചേച്ചി കൊണ്ട് തന്നെ നിനക്ക് വീട്ട് വാങ്ങിപ്പിക്കും. അത്രേ ഉള്ളൂ. എടി, അത്രയും ദാരിദ്ര്യമൊന്നും പടവലം വീട്ടിൽ നീലിമ ബാലചന്ദ്രൻ തമ്പിക്കില്ല കേട്ടാ. ആ, ശരി. എന്നാ പിന്നെ ചേച്ചി പെട്ടെന്ന് ഉണ്ടാക്കിയോ. പിന്നെ ടേസ്റ്റിനൊരു കുറവും പറ്റില്ല. അങ്ങനെ വരും, ചേച്ചിയല്ലേ ഉണ്ടാക്കണ. ഇനിയിപ്പൊ അമ്മ വരുമ്പോഴേക്കും വൈകുന്നേരം ആവുന്നേ. അപ്പൊ വന്നോ, അത് നോക്കണ്ട. ആ, ശരി. ചേട്ടാ, ആരോടായി? ട്രെയിൻ ഇറങ്ങിയിട്ട് ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ചേട്ടാ, ശരിക്കും പറഞ്ഞാലേ നമ്മളിപ്പോ ഒരു കാറുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നമ്മളിവിടെ നേരെ കാർ എടുക്കുക, അവിടെ ചെല്ല, അവരെ പിക്ക് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരിക. എന്താ സുഖം. നീ നോക്കിക്കോടി, വിത്തിൻ 2 years ഞാൻ കാർ എടുക്കും. ചേട്ടൻ കാർ എടുത്ത ഞങ്ങൾക്ക് എന്താ ഗുണം? ഞങ്ങളെ കേറ്റൂലല്ലോ. ചേട്ടൻ കെട്ടിയോളല്ലേ കേറ്റോളൂ. കെട്ടിയോളാ? എന്നെ ആര് കെട്ടാൻ പോണു? പിന്നെ കെട്ടണു. അപ്പൊ ചേട്ടൻ കിട്ടുന്നില്ലേ? ഇന്ന് പോടാണെന്ന്. പിന്നെ വേറെ പണിയില്ലല്ലോ, കെട്ടണു. സന്യസിക്കാൻ പോവാ. ആടാ, നീ വരണ്ട. നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് സന്യസിക്കാം. ഞാനൊന്നും പറ്റില്ല സന്യസിക്കാൻ. എനിക്ക് കുടുംബമായിട്ടൊക്കെ ജീവിക്കണം. നീ എന്തോന്നാടി ഉണ്ടാക്കണേ? മഷ്റൂം മഞ്ചൂരിയൻ. മഷ്റൂം മഞ്ചൂരിയനാ? നിനക്ക് ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയോ? അത് അറിയാത്ത പോലെ ഉണ്ടാക്കും. പറ്റണ വല്ല പണിക്കും പോയ പോരെ? പുറത്തെ ഫുഡ് കഴിക്കേണ്ടി വരും. എന്തോ മതി, റെഡി ആകുമ്പോൾ വിളിച്ചാൽ മതി. ആ, വിളിക്കും.
മക്കളെ മക്കളെ ആരും ഇല്ല ഇവിടെ? കൊണ്ടൊന്നില്ലേ? ഇല്ല മോളെ. അപ്പൂപ്പ ചേട്ടാ നോക്കിക്കൊണ്ടിരിക്കാ ബാഗ് മേടിച്ചു വെക്ക്. വേണ്ട വേണ്ട വേണ്ട, എന്റെ വായ പിടിക്കാൻ എനിക്കറിയാം. ഓ അത് കുറച്ച് തുണിയല്ലേ ഉള്ളൂ, അതിന് ആരുടെയും പരസഹായം ഒന്നും ആവശ്യമില്ല. എന്നാ പിന്നെ നിനക്ക് അങ്ങോട്ട് പിടിക്കരുതായിരുന്നു. അതും കൂടി ഇനി ഞാൻ ചെയ്യാം. ബാക്കി എല്ലാത്തിനും നല്ല മിടുക്കാണല്ലോ. ആരതേ? ഞാനൊന്നും മിണ്ടുന്നില്ല. എന്ത് വെച്ച് രണ്ടാൾക്കും? ഒന്നുമില്ല മക്കളെ, ചില നേരത്തെ നിങ്ങളുടെ അമ്മൂമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. എനിക്കായി കുഴപ്പം. ആ നിനക്ക് ഒരു കുഴപ്പമില്ല, നീ അങ്ങ് എല്ലാം തകഞ്ഞോളല്ലോ. അതെ, അതുകൊണ്ടാണല്ലോ എല്ലാം സഹിക്കാൻ ഇത്ര നാള് നിന്നത്. ആഹാ ബെസ്റ്റ്. അപ്പൊ രണ്ടാളും നെയ്യാറ്റിക്കരന്ന് വഴക്കിട്ടാണോ ഇങ്ങോട്ട് വന്നേ? അല്ല, സാധാരണ നിങ്ങളിങ്ങനെ അടികൂടുന്ന അല്ലല്ലോ. ഒരിക്കലും അടി കൂടാറില്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഒരാഴ്ച നെയ്യാറ്റിൻകരയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും. അല്ല അമ്മൂമ്മ? മക്കളെ മക്കൾക്കറിയാലോ അമ്മൂമ്മ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യത്തിന് ഇടപെടാറുണ്ടോ? ഇല്ല, അതില്ല. അപ്പൊ പിന്നെ ഞാനാണോ വഴക്കുണ്ടാക്കുന്നത്? ഈ അപ്പൂപ്പ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അയ്യോ ചേട്ടാ കൂടുതലൊന്നും പറയണ്ട. അമ്മൂമ്മ ജീവിതം അപ്പോഴേ പല പ്രശ്നം ഉണ്ടാവും. ആ ഭാരങ്ങളൊക്കെ എന്തിനാ ചുമ്മാ തലേ കയറ്റി വെക്കണേ? അതൊക്കെ നീ ഇറക്കി വിട്. ചേച്ചി ഞാൻ ഈ വാക്കുകൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കേട്ടിട്ടുണ്ടാവും. ജീവിതം എന്നൊക്കെ പറയുമ്പോ എല്ലാം ഒന്ന് തന്നെയാണല്ലോ. ഞാൻ തന്നെ നിങ്ങളോട് പല തവണ പറഞ്ഞിട്ടുണ്ടാവും. ചേച്ചി എന്നല്ല, ഏതൊരു വലിയ ആളെന്നോട് ഒരു കാര്യം പറഞ്ഞേക്കണം. അതെ, ഞാൻ തന്നെയാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അമ്മൂമ്മ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, നീ എന്നെ ഉപദേശിക്കാതെ ഇങ്ങനെ ഉപദേശിക്കാൻ നോക്ക്. അപ്പൂപ്പിന് ആരുടെ ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ അപ്പൂപ്പ? പിന്നല്ലാതെ. നീ വാടാ മക്കളെ, നമുക്ക് വേറെ പണിയുണ്ട്. മുളിതകത്തോട്ടുണ്ട്. മുടിയാ വാ. അമ്മൂമ്മ കഴിച്ചാ? ഇതെന്താ മക്കളെ കൂടുകറിയാ? ചേച്ചിയുടെ പരീക്ഷണ. സത്യം പറഞ്ഞ അവളെ സമ്മതിക്കണം. ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി തരുന്നില്ലേ? അയ്യോ അമ്മൂമ്മ, ചേച്ചിയൊന്നുമല്ല സമ്മതിക്കണം, ഞങ്ങളെ വേണം സമ്മതിക്കാൻ. ഞങ്ങളല്ലേ ഇതൊക്കെ കഴിക്കുന്നു. എന്താടാ? എന്താ? ഞങ്ങള് ചേച്ചിയുടെ മഷ്റൂം മഞ്ചൂരിയന്റെ കാര്യം പറയുന്നത്. അയ്യോ എന്നിട്ട് അയ്യോ ഒന്നും പറ്റില്ല, അമ്മൂക്കൊരു കുഴപ്പമില്ല. കണ്ടാ അമ്മൂമ്മേ, ഇതാണ് കുഴപ്പം. ഇവര് പറയുന്നതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും വേണം, എന്നിട്ട് കഥ പാലുണ്ടാക്കി കേൾക്കുകയും വേണം. അതാ മക്കളെ നമ്മുടെയൊക്കെ വിധി. ദേ പുറത്തൊരാള് പത്രം വായിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ? ആരപ്പൂപ്പനാ? ആ, എന്തുണ്ടാക്കി കൊടുത്താലും കുറ്റവാ, എന്തുണ്ടാക്കി കൊടുത്താലും. ശരിക്കും ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ എന്താ പ്രശ്നം? അല്ല നിങ്ങള് ഇപ്പഴല്ല, വന്നപ്പോ കുറച്ച് പ്രശ്നം ഉണ്ടായോണ്ടാണല്ലോ രണ്ടുപേരും മുഖവും വെറുപ്പിച്ചോണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നേ. അത് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് മക്കളെ. അമ്മ ധൈര്യമായിട്ട് പറ. എന്തായാലും വെക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പണിയില്ല, ഫുൾ ടൈം ഫ്രീ. അപ്പൊ കഥ കേൾക്കാം. അയ്യാ കഥ കേൾക്കാൻ വന്നേക്ക്. അതെ, അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവര് തന്നെ തീർത്തോളും കേട്ടാ. അല്ല അമ്മൂമ്മക്ക് ഹെൽപ്പ് വേണ്ടി ഞങ്ങളോട് പറഞ്ഞാൽ മതി അമ്മൂമ്മ. എന്തിന്? വഴക്ക് വലുതാക്കാൻ വേണ്ടിട്ടാ? അമ്മൂമ്മേ, ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, ഈ രണ്ടെണ്ണത്തിനെ അടുപ്പിക്കരുത്. അടുപ്പിച്ച നിങ്ങൾ തമ്മിലുള്ള ചെറിയ പ്രശ്നം ഉണ്ടല്ല, പെരിപ്പിച്ച് അത് വലുതാക്കി അങ്ങ് വെക്കും. പെരിപ്പിച്ച് അതങ്ങ് വലുതാക്കി അങ്ങ് വെക്കും. ഒന്ന് പോയച്ചേടുന്നു. അമ്മൂമ്മ കേൾക്കണം. നമ്മുടെ പടവലത്തെ അപ്പൂപ്പനില്ലേ, കാർഷിക ലോൺ അപ്ലൈ ചെയ്തിട്ട് അത് കിട്ടിയില്ല. അതിന്റെ വിഷമത്തിൽ ആ മാവിൻ ചോട്ടി വന്നിട്ട് 2 മിനിറ്റ് ഒന്ന് അനങ്ങാതിരുന്നു പോയി. അതിന് ചേച്ചി എന്താ പറഞ്ഞുണ്ടാക്കിയെന്നറിയും? അമ്മ അപ്പൂപ്പിനെ ഈ വയസ്സാം കാലത്ത് നോക്കാത്തതുകൊണ്ട് അപ്പൂപ്പൻ അവിടെ ഒന്ന് വിഷമിച്ചിരിക്കും. അത് അമ്മൂമ്മ എനിക്കൊരു അബദ്ധം പറ്റിയതാ. ചേച്ചിക്ക് എന്താണ് അബദ്ധം പറ്റാത്തത്? അതെ, ചേച്ചിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് അബദ്ധമാണ് ദീ ഇരിക്കുന്ന മഷ്റൂം മഞ്ചൂരിയൻ. ആണാ? എന്നാ പൊന്നുമോൾ അത് കഴിക്കണ്ടട്ടാ. ഞാൻ കഴിക്കും. കണ്ടാ, ഇതാണ് സ്നേഹം. സ്നേഹം കൊണ്ടൊന്നുമില്ല, ഫുഡ് വെച്ചാക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് മോളെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇച്ചിരി ഉപ്പ് കൂടുതല, ശകല. അത് ഉരുളക്കിഴങ്ങിട്ട ശരിയാവൂ? ഓ വേണ്ട, ഇനി ഉണ്ടാക്കണ്ട. ഇനി തക്കാളി ഇരിപ്പുണ്ടോ? തക്കാളി നോക്കണം. ഉണ്ടോ നോക്കണ്ടേ? ശകലം പിന്നെ നോക്കട്ടെ തന്നെ. നിക്ക് ഇച്ചിരി തക്കാളി കൂടെ വെക്കട്ടെ. നോക്കിയാ മോളെ. അമ്മൂമ്മ, പണ്ടൊരു തവണ ചേച്ചി മീൻകറി ഉണ്ടാക്കിയപ്പോ ഉപ്പ് ചെറുതായിട്ടൊന്ന് കൂടിപ്പോയി. അപ്പൊ കിഴങ്ങ് വെട്ടിയിട്ടതാ. ലാസ്റ്റ് കിഴങ്ങറിയായി, മീൻകറി പോയി. ഹലോ, എന്നിട്ട് ആ കറി വാരിക്കോരി തിന്നുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഫുഡ് വേസ്റ്റ് ആക്കുന്ന ഇഷ്ടമല്ല. തക്കാളി ഇല്ലേ മോളെ അതിനകത്ത്? തക്കാളി ഇല്ല, ഉള്ളത് ഞാൻ അതിനകത്ത് ഇട്ടായിരുന്നു. കുഴപ്പമില്ല, ചോറിനകത്ത് പുരട്ടുമ്പോ അറിയത്തില്ല. കുഴപ്പമില്ല. കുറ്റം പറയാൻ വന്നിരിക്കുന്നതല്ലേ പോ. അവള് കുറ്റമൊന്നും പറഞ്ഞില്ല. അയ്യോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൂപ്പ എവിടെ എന്റെ അമ്മൂമ്മ? അകത്തുണ്ട്, വിളിക്കട്ടാ? വേണ്ട വേണ്ട വേണ്ട, വിളിക്കൊന്നും വേണ്ട, അവിടെ അങ്ങനെ ഇരുന്നോട്ടെ. ബാക്കിയുള്ളവന് അത്രയും സമാധാനം കിട്ടുമല്ലോ. എന്തോ അപ്പൂപ്പ ഇങ്ങനെ പറയണത്? ഒന്നുമില്ല മക്കളെ, ബാക്കിയുള്ളവന്റെ തലയിലെഴുത്ത് അല്ല എന്താ. അപ്പൂപ്പ, ഓ ഈ വയസ്സായവരുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ആരാന്നറിയോ? ഭാര്യയാണെന്നായിരിക്കും നീ പറയാൻ പോകുന്നത്. പിന്നെ കൊച്ചുമക്കൾ. അങ്ങനെ നോക്കുമ്പോ അപ്പൂപ്പന്റെ സുഹൃത്തുക്കൾ ഞങ്ങളാണല്ലോ. അതിനിപ്പോ അതുകൊണ്ട് അപ്പൂപ്പന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങള് കൊച്ചുമക്കളോട് പറയാം. നിനക്ക് എന്താ ക്ലാസ് തുടങ്ങുന്നത്? ഇതിപ്പോ ഞാൻ അപ്പൂപ്പന്റെ ആരും അങ്ങോട്ട് ചോദിച്ചപ്പോ അപ്പൂപ്പൻ എന്റെ ആരും ഇങ്ങോട്ട് ചോദിക്കുന്നു.
അല്ല ഈ സുഹൃത്തുക്കളാകുമ്പോൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കണമല്ലോ. ആ ചേച്ചി ചേച്ചിയുടെ സുഹൃത്ത് ഐഡിയ ചീറ്റിപ്പോയല്ലോ അല്ലേ, ഇങ്ങോട്ട് മാറിയില്ലേ അപ്പൂപ്പാ? ശരിക്കും ഇപ്പൊ അപ്പൂന്റെ പ്രശ്നം എന്താ? എന്തോന്ന് പ്രശ്നം? എനിക്കൊന്നും അറിയാൻ വയ്യ. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോ പോലെ അവള് മോന്തം വീർപ്പിച്ച് അടക്കുക. അപ്പൂപ്പൻ കാര്യം എന്താന്ന് ചോദിച്ചില്ലേ? കാര്യം ചോദിച്ചാൽ അവള് കടിച്ചു തിന്നാൻ മതിയല്ലേ ഇങ്ങോട്ട്. സാധാരണ അമ്മൂമ്മ അങ്ങനല്ലല്ലോ. അത് നിനക്ക് അറിയാൻ വയ്യാത്തോണ്ടാ. ചിലപ്പോ നിസ്സാര കാര്യം മതി അവള് മോന്ത വീർപ്പിക്കാൻ. അപ്പൂപ്പാ നിങ്ങൾ നൈസായിട്ടേ അമ്മൂമ്മന്റെ അടുത്ത് എന്താ കാര്യം ചോദിച്ചിട്ട് അപ്പൂപ്പന്റെ അടുത്ത് പറയാം. വേണ്ട വേണ്ട വേണ്ട. വാശിയുടെ കാര്യത്തിലേ ശൂലം കുടിക്കാർ ഒട്ടും പിറകിലല്ല. അല്ല അതുകൊണ്ടാ ഞാൻ ചോദിച്ചു അപ്പൂപ്പനോട് ഇരുന്ന് ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ചേട്ടാ പറഞ്ഞു വരുമ്പോഴെങ്കിലും ചേട്ടനൊരു ശൂലം കുടിക്കാരനല്ലേ? പറഞ്ഞു വരുമ്പോഴല്ല ഞാൻ ശൂലം കുടിക്കാരൻ തന്നെ. അതെ, രണ്ടാളും കൂടി ഇവിടെ നിന്ന് കുടുംബ മഹാത്മ്യം പറയാതെ അമ്മ എടുത്ത് പോയിട്ട് ഈ കാര്യത്തിനൊരു സമാധാനം ഉണ്ടാക്കാൻ നോക്ക്. വേണ്ട വേണ്ട വേണ്ട. നിങ്ങൾ സമാധാനം ഒന്നും ഉണ്ടാക്കാൻ പോകണ്ട. കുറച്ച് കഴിയുമ്പോ അവള് 10 മടക്കി താനേ വന്നു. അത് മതിയാ? മതി. എന്നല്ലാതെ ഞാനിത് കുറെ കണ്ടതാ എന്റെ മക്കളെ. ആവശ്യമില്ലാത്തൊക്കെ വാരി തേച്ച് മുടിയുടെ കളറ് കണ്ട. അതന്ന് മുടി കളർ ചെയ്തതാ, റെഡ്. ശിവ എന്താടാ? നീ എന്ത് കാവലിരിക്കണ? അതൊന്നുമല്ല, ചേച്ചിയുടെ മൂട് നോക്കി കഴിഞ്ഞാലേ അടുത്ത എന്റെ നോക്കാൻ അമ്മ പറഞ്ഞതാ. ആണോ അമ്മൂമ്മ? ആ നോക്കണം, അവിടെ മുടിയിൽ നോക്കണം. എന്നാ പിന്നെ കാര്യം ചെയ്യാം, മുടിയനോട് പിടിച്ചോണ്ടിരുത്തി മുടിയന്റെ തല മൊത്തം വടിച്ചിറക്ക്. ആ മുടി പഠിച്ചെടുക്കാനേ അമ്മൂമ്മയുടെ കരിക്കണി ചീപ്പൊന്നും പോരെ, വേറെ വലുതൊക്കെ കണ്ടുപിടിക്കണം. ശാരദേ, ശാരദേ, എന്താ ശാരദയ്ക്ക്? ആ കീരിവിളയിലെ കല്യാണം എന്നാണോ പറഞ്ഞേ? എന്താ ഓർമ്മയില്ലേ? ഓർമ്മയില്ലാത്തോണ്ടല്ലേ നിന്നോട് ചോദിച്ചത്. എൻ്റെ വീട്ടുകാരുടെ ആരെങ്കിലും കല്യാണം വിളിക്കുമ്പോഴേ നിങ്ങൾക്ക് ഓർമ്മക്കേടുള്ളല്ലോ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടുകാരിലെ കല്യാണം വിളിച്ചത് നിങ്ങൾക്ക് നല്ല ഓർമ്മയായിരുന്നു അതിന്. ആ തുടങ്ങി. ഇനി അതേ പിടിച്ച് തൂങ്ങണ്ട. 16-ാം തീയതി അല്ലേ ചെറുക്കൻ്റെ കല്യാണം? 16-ാം തീയതി അല്ല, 15-ാം തീയതി. ഒരു ദിവസമല്ല അമ്മൂമ്മ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയുള്ളൂ. അത് കുഴപ്പമില്ല, ക്ഷമിക്കുക. അടുത്തൊരു എത്തിയല്ലേ എന്നും പറഞ്ഞ് 15-ാം തീയതി കല്യാണത്തിന് 16-ാം തീയതി ചെന്നാൽ മതിയോ? അയ്യോ അമ്മൂമ്മി, അതിന് ഇനിയും സമയമില്ലേ, ജൂണിലല്ലേ കല്യാണം. ആ സമയം രണ്ടുപേരും കൂടെ അങ്ങ് പോയാൽ മതി. രണ്ടുപേരും കൂടെ പോകുന്നില്ല, ഞാൻ ഒറ്റയ്ക്കേ പോകുന്നുള്ളൂ. അതിന് ഒറ്റയ്ക്കോണം. അപ്പൂപ്പനുണ്ടല്ലോ, അപ്പൂപ്പനും കൂടെ വരട്ടെ. അപ്പൂപ്പന് അതിനൊന്നും സമയമില്ല മക്കളെ, വലിയ തിരക്കുള്ള ആളല്ലേ. പോകുന്ന അന്ന് വേണമെങ്കിൽ പറയും പറമ്പിൽ പണിക്കാരെ നിർത്തിയിട്ടുണ്ട്, കൃഷി ഓഫീസിൽ പോകണം, ഒന്നുമില്ലെങ്കിൽ പറയാൻ കരയോത്തി പോകണമെന്ന്. ആ തന്നെ തന്നെ. നീ ഇപ്പം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. 15-ാം തീയതി ആ കരയോഗത്തിന്റെ കണക്കെഴുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ട മക്കളെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കരയോഗത്തിലോ കൃഷി ഓഫീസിലോ എവിടെ വേണേലും പോക്കും, ഞാൻ ഒറ്റയ്ക്ക് കല്യാണത്തിന് പൊക്കോളാം. അമ്മ ഒറ്റയ്ക്ക് കല്യാണത്തിനൊന്നും പോണ്ട, അമ്മൂടെ ഞാനുണ്ടോ? നിനക്ക് സ്കൂളിൽ പോകണ്ടേ? ലീവ് എടുക്കല്ലോ. വേണ്ട വേണ്ട, അങ്ങനെ ലീവ് എടുത്തൊന്നും കല്യാണത്തിന് വരണ്ടേ. ഒരു സദ്യ ജസ്റ്റ് മിസ് അല്ലേ? ശിവാനി വാ, കേട്ടാ മുടി ബോയെ കഴിച്ചു. അല്ല, നിങ്ങളെന്താ ഈ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല അപ്പൂപ്പ. അപ്പൂപ്പൻ ആലോചിക്കുന്നുണ്ടപ്പോ ഒരു കൂട്ട് വന്നു, അത്രേ ഉള്ളൂ. അപ്പൂപ്പന് നല്ല വിഷമമുണ്ടല്ലേ? മക്കൾക്ക് അങ്ങനെ തോന്നിയോ? തോന്നിയതുകൊണ്ടല്ലേ ചോദിച്ചത്. പിന്നെ അല്ലാതെ അമ്മൂമ്മ അപ്പൂപ്പൻ്റെ അടുത്ത് ഇത്ര അടി ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ അപ്പൂന് വിഷമം കാണുമായിരിക്കും. എന്നാലും ഒരു കാര്യമില്ലാണ്ട് അമ്മൂമ്മ ഇങ്ങനെ വഴക്കിട്ടിരിക്കില്ലല്ലോ. അപ്പൊ സത്യം പറ, തല്ലി അമ്മൂമ്മനെ? കൂടെ കൂടിയിട്ട് ഇത്രയും കാലമായി. ഈ കാലത്തിനോടിടയ്ക്ക് ഇന്ന് ഈ നാഴിക വരെ തമാശയ്ക്ക് പോലും ഞാൻ അവളെ തല്ലിയിട്ടില്ല. അതിലെ അപ്പൂപ്പന് സങ്കടമുണ്ടോ? അല്ല, ഇനി നായിക വരെ അമ്മൂമ്മ തല്ലിയിട്ടില്ലെന്നുള്ള കാര്യത്തിൽ അപ്പൂപ്പന് സങ്കടമുണ്ട്. നീ ആള് കൊല്ലമല്ലോ. പെണ്ണുങ്ങളെ തല്ലിയുള്ള ശീലം ശൂലം കുടിക്കാർക്കില്ല. അപ്പൂപ്പ, അപ്പൊ അച്ഛൻ ശൂലം കുടിക്കാരനല്ലേ? എന്താ സംശയം? എന്താ? അല്ല, പണ്ടൊരിക്കലേ അച്ഛൻ അമ്മയെ തല്ലിയായിരുന്നല്ലോ. ആ അതിന് ഞാൻ അവന് വേണ്ടത് കൊടുത്തില്ലേ? അതറിഞ്ഞില്ലേ മക്കള്? അതറിഞ്ഞായിരുന്നു. അതിനിപ്പോ ഇപ്പോഴത്തെ ടോപ്പിക്ക് തല്ലിയല്ലോ, അമ്മൂമ്മ വഴക്കിട്ട് മാറി നിൽക്കണതല്ലേ. ആ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. 24 മണിക്കൂർ കൂടുതൽ അവക്ക് എന്നോട് പിണങ്ങി നിൽക്കാൻ കഴിയില്ല മക്കളെ. ചേട്ടാ, ഇപ്പൊ സമയം എത്രയായി? എന്താടാ, വല്ലതും പോകുന്നുണ്ടോ? എവിടെയും പോവാല്ലേ, 24 മണിക്കൂർ. ഇനി എത്ര സമയമുണ്ടെന്നറിയേ. എന്റെ പൊന്നു കേശു, അപ്പൂപ്പൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്ക് ഇതുപോലത്തെ വളിച്ച കോമഡി അടിക്കാൻ നിൽക്കലേട്ടാ. അല്ലടി, അപ്പൂപ്പിന്റെ ഉള്ളും തണുത്തോടെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു. ഇത് കേട്ട അപ്പൂപ്പൻ ഉള്ളിൽ തണുക്കുമല്ലോ ചെയ്യാം, കുറച്ചും കൂടി കത്തേ ചെയ്യത്തുള്ളൂ. എന്റെ പൊന്നെ. അപ്പൂപ്പ, ഈ കേസ് ഞങ്ങൾ ബാലേന്ദ്രൻ തമ്മി സൺസ് ഏറ്റെടുത്തിരിക്കുകയാണ്. സോൾവ് ചെയ്ത് തരാം. ബാലേന്ദ്രൻ തമ്പി സൺസ് മാത്രല്ല, ബാലേന്ദ്രൻ തമ്പി ഡോട്ടേഴ്സ് ഏറ്റെടുത്തേക്കുള്ളൂ. ഞങ്ങൾ സോൾവ് ചെയ്ത് തരാം അപ്പൂപ്പ. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഇത് കുളവാക്കാനുള്ള പരിപാടിയാണോ? ഇവര് കുളമൊക്കെ എനിക്ക് അറിയത്തില്ല, ഞങ്ങൾ സോൾവ് ചെയ്ത് തരാം. അതെ, ഞങ്ങളും സോൾവ് ചെയ്യും. അങ്ങനെ ഇപ്പൊ ക്രെഡിറ്റ് നിങ്ങൾ മാത്രം. പിന്നെ കാണാലോ ക്രെഡിറ്റ് ഡെബിറ്റ് ആന്ന്.
അമ്മൂമ്മ അമ്മൂമ്മ ഈ കാണിക്കുന്നോട്ട് ശരിയല്ല കേട്ടോ. എന്താ കിടക്ക വിരിച്ചതാ? അല്ല, പിന്നെ അപ്പൂപ്പന്റെ അടുത്ത് മിണ്ടാതെ മാറി വെക്കുന്നത്. എന്താ അപ്പം പരാതി വല്ലതും പറഞ്ഞ? അപ്പം പരാതി പറയണ ആ. കൊള്ള. പിന്നെ നിങ്ങൾ 4 പേരും കൂടി ഇങ്ങോട്ട് വന്നത്? പിന്നെ നിങ്ങൾ രണ്ടും അടി ഉണ്ടാക്കിയിട്ട് കുറെ നേരിട്ട് 2 മൂലിക്കും ഇരിക്കുമല്ലേ? എനിക്ക് അങ്ങനെ ആരോടും വഴക്കും പിണക്കവും ഒന്നുമില്ല. അപ്പൂപ്പന് തന്നെ പറഞ്ഞേ, അപ്പൂപ്പൻ ആരോടും ദേഷ്യവും വഴക്കൊന്നുമില്ലാന്ന്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. അമ്മൂമ്മയ്ക്കാണ് ദേഷ്യം. എന്താ അമ്മൂമ്മ കാര്യം പറ. അമ്മൂമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് അപ്പൂപ്പന് എന്തൊരു സങ്കടം ഉണ്ടെന്നറിയും. വിഷമായോ? പിന്നെ അല്ലാതെ അപ്പൂപ്പനോട് കുറെ നേരിട്ട് ഒറ്റയ്ക്ക് പോയി വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചു നേരം ഉണ്ടായിരുന്നപ്പം നിങ്ങളുടെ അപ്പൂപ്പന് വിഷമായി അല്ലേ? ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ എന്നോടൊരു അക്ഷരം ഉണ്ടായിരുന്നപ്പം എനിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ട്. അല്ല, അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ അപ്പൂപ്പന് അമ്മൂമ്മന്റെ അടുത്തൊന്നും മിണ്ടിയില്ലേ? അതിന് എന്നോട് മിണ്ടാൻ അദ്ദേഹത്തിന് എപ്പോഴാ സമയം? അങ്ങ് തിരുവനന്തപുരത്ത് നിന്നേ ട്രെയിനകത്ത് ഒരു ഫാമിലി കയറിയിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ പോകാൻ. അവരോട് നാട്ടുകാരിയോ വീട്ടുകാരിയോ കൃഷിക്കാരിയോ കരയോക്കാരിയോ ഒക്കെ പറഞ്ഞിരിക്കാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്. പിന്നെന്താ, ഞാൻ ജനലിനോട് പുറത്തോട്ട് നോക്കിയിരുന്നു. നിന്നോട് ആരാ പറഞ്ഞ പുറത്തേക്ക് നോക്കിയിരിക്കാൻ? പിന്നെ എന്നോട് മിണ്ടാത്തവരോട് താല്പര്യമില്ല എനിക്ക് മിണ്ടാൻ. എന്നാലും എന്റെ ശാരദ, ഈ നിസ്സാര കാര്യത്തിന് വേണ്ടിയാണല്ലോ നീ ഇങ്ങനെ പുതുപ്പെണ്ണുങ്ങളെ പോലെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്. ഇതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. വീട്ടിലെ ബഹളവും കൊച്ചുമക്കളുടെ കാര്യവും മക്കളുടെ കാര്യവും കൃഷിക്കാര്യവും ബഹളവും ഒക്കെ കഴിഞ്ഞിട്ടേ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഇതുപോലുള്ള യാത്രയിലാണ്. അപ്പോഴാണ് മിണ്ടാതിരിക്കുന്നത്. അത് അമ്മൂമ്മ പറഞ്ഞത് ശരിയാട്ടോ അപ്പൂപ്പ. ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ അപ്പൂപ്പൻ അമ്മൂമ്മ അടുത്ത് മിണ്ടാതെ ഈ കണ്ട ആൾക്കാരൊക്കെ മിണ്ടാൻ പോയിക്കാൻ അമ്മൂമ്മയ്ക്ക് വിഷമാവില്ലേ? അപ്പൊ നിങ്ങളെല്ലാം ഇപ്പൊ ഒന്നായി. അവിടുന്ന് ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് നിങ്ങളെല്ലാം കൂടി ഇങ്ങോട്ട് പോന്നിട്ട് നിങ്ങളെല്ലാരും ഒന്നായില്ലേ? അത് പിന്നെ ഞങ്ങൾ അറിഞ്ഞോ അപ്പൂപ്പൻ അമ്മയോട് ഇത്രയും വലിയൊരു ചതി ചെയ്തു? അത് ശരി. അപ്പൊ അപ്പൂപ്പ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്? അല്ല, പറഞ്ഞു വിട്ടതല്ല. എന്താ കാര്യം അറിയാൻ വേണ്ടി ഒരു. ശാരദേ, ഈ പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തി പിള്ളേരെ കൊണ്ട് പറയിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ? വെറുതെ അല്ലല്ലോ, ട്രെയിനിൽ കയറി നാട്ടുകാരോടൊക്കെ സൊറ പറയാൻ പോയിട്ടില്ലേ? ഞാൻ വിചാരിച്ച അങ്ങ് ഗുരുവായൂർ അവരോട് അങ്ങ് പോകുമെന്ന്. നീ ഒന്ന് ക്ഷമിക്കണ്ട ശാരദേ, ഒരു അബദ്ധം പറ്റിപ്പോയി. അല്ല എന്താ ഇതിൽ കൂടെ എന്താ ഞാനിപ്പോ പറയേണ്ടത്? അമ്മമ്മ, നമ്മുടെ അപ്പൂപ്പനല്ലേ അങ്ങ് ക്ഷമിച്ചേക്ക്. നമ്മുടെ അപ്പൂപ്പനെ നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരെ ക്ഷമിക്കുക? അതെ, ഇതിന് പ്രായച്ചിത്തായിട്ടേ തിരിച്ച് അപ്പൂപ്പൻ തിരുവനന്തപുരത്ത് പോകുമ്പോഴത്തേക്ക് ഫുൾ ടൈം അമ്മൂമ്മയോട് സംസാരിക്കും. എന്റെ പൊന്നെ, ഞാൻ ആരോടും സംസാരിക്കാനും ഇല്ല, ഒന്നിനും ഇല്ല. അങ്ങനെ സംസാരിക്കാതെ ഒന്നും ഇരിക്കണ്ട, ആവശ്യത്തിന് സംസാരിക്കണം. അപ്പം സംസാരിക്കാല്ലേ? സംസാരിച്ചു. അപ്പൂപ്പ സംസാരം മാത്രമല്ല, എല്ലാവർക്കും പരിഗണനയും കൊടുക്കണം, പ്രത്യേകിച്ച് അമ്മൂമ്മയ്ക്ക്. പരിഗണന കൊടുക്കാം, കൊടുക്കാം. ഇപ്പൊ രണ്ടുപേരും തമ്മിലുള്ള അടിയും പ്രശ്നമൊക്കെ മാറിയില്ലേ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ലേ? പിന്നെ എനിക്കാണോ പിണക്കം? അതെനിക്ക് അറിഞ്ഞൂടാ. എന്നാ നീ അടുക്കള പോയി ഒരു ചായ ഇട്ടോണ്ട് പോ, മധുരം ഇട്ടെടുത്തോ. കടുപ്പം വേണ്ടേ? നല്ല കടുപ്പത്തിലെടുത്തോ. ആ ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായല്ലോ? ഇത് അങ്ങോട്ടല്ലോ വയ്ക്കണ്ടേ? സമാധാനം എനിക്ക്